ഒരിക്കൽ ഞാൻ ഒരു ദൃശ്യവും കണ്ടിട്ടുണ്ട്. കൊല്ലാൻ വരുന്നത് ഒരാൾ, മുന്നിൽ നിൽക്കുന്നത് മറ്റൊരാൾ, അവൻ കൈകൂപ്പി നിൽക്കുന്നു, ജീവൻ വേണ്ടി അപേക്ഷിച്ച്. അന്നൊന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നും അതുപോലെ തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തവയാണ്. പക്ഷേ അവൾക്ക് ഒന്നും പറ്റരുതേ, അത്രമാത്രമാണ് എന്റെ പ്രാർത്ഥന. എവിടെയായാലും അവൾ സന്തോഷത്തോടെ ഇരിക്കണം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പെൺകുട്ടി, അവൾക്ക് നല്ലതേ വരണം. ഇനി അവളുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടാകും. അവൻ അവളെ പൊന്നുപോലെ നോക്കട്ടെ, സ്നേഹം എന്താണെന്ന് അവൾ അവനിൽ നിന്ന് പഠിക്കട്ടെ. കാലം കടന്നുപോകുമ്പോൾ അവളുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മങ്ങിപ്പോകട്ടെ. അവളുടെ ലോകം, അവളുടെ ഭർത്താവ്, അവളുടെ കുടുംബം, അവളുടെ എല്ലാം അവൻ ആകട്ടെ. പക്ഷേ ഇവിടെ അവളുടെ അഭാവം മാത്രം ബാക്കിയാവും. ഈ വീട്ടിൽ ഇനി അവളുടെ നിഴൽ ഉണ്ടാകില്ലാതെ അവളുടെ ചിരി, അവളുടെ വിളി ഇവിടെയൊന്നും കേൾക്കില്ല. വൈകുന്നേരം ഇരുട്ട് വീഴുമ്പോൾ അവളുടെ ചെറുകുസൃതി പോലും ഇനി ഓർമ്മകളിൽ മാത്രം. കരയാൻ തോന്നും, പക്ഷേ ആണുങ്ങൾ കരയരുത് എന്നൊരു വ്യാജധൈര്യം അത് ഒളിപ്പിക്കാൻ ശ്രമിക്കും. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ തന്നെയാണ് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. സുഭാഷ്, അവന്റെ മനസ്സ് പൊട്ടിക്കിടക്കുന്നു, പക്ഷേ പുറത്തേക്ക് ഒരു സാധാരണ മനുഷ്യൻ പോലെ നടക്കാൻ ശ്രമിക്കുന്നു. അവന്റെ വേദന ആരോടും പറയാൻ കഴിയുന്നില്ലാതെ അകത്ത് അടച്ചുവച്ചാൽ അത് ഭാരമായി മാറും. ഒരിക്കൽ സ്നേഹിച്ച ഒരാളെ മറക്കാൻ കഴിയില്ല, പക്ഷേ അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അറിയുന്നത് അവന് ചെറിയൊരു ആശ്വാസം നൽകുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞു, അവളുടെ ജീവിതം പുതിയ വഴിയിലേക്ക് പോയി. അവൻ മാത്രം പഴയ ഓർമ്മകളിൽ കുടുങ്ങി മുന്നോട്ടു പോകാൻ പഠിക്കുകയാണ്.